ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ട്വിറ്ററൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം, ട്വിറ്ററിൻ്റെ അകത്ത് എവിടെ നോക്കിയിരുന്നാൽ ലീക്ക്ഡ് ക്ലിപ്സ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നു. ഞാനും സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടിട്ട് നമ്മളത് നോക്കുന്ന ആളൊന്നും അല്ലാത്തതുകൊണ്ട് അത് അങ്ങ് ജസ്റ്റ് തട്ടിക്കളഞ്ഞിട്ട് മുന്നോട്ട് പോയി. ഓക്കെ, എന്താ സംഭവം, വെറുതെ ഒക്കെ ആയിരിക്കും എന്ന് വെച്ചു. പണ്ട് കുറച്ച് നാൾ മുമ്പ് ഓവിയയുടെ ഇതൊരു സംഭവം ഇങ്ങനെ ട്രെൻഡിങ് ആയി. അപ്പോൾ ഇതെന്താ സംഭവം കിട്ടിയിട്ട് ഒരു ഉത്സാഹം അല്ലെങ്കിൽ നമുക്കൊരു താല്പര്യം കാണുമല്ലോ, എന്താ സംഭവം അറിയാനുള്ളൊരു ആഗ്രഹം, ആ എന്തൂസിയാസം. അത് കാരണം ജസ്റ്റ് ഇതിനെക്കുറിച്ചിട്ടുള്ള ചില ന്യൂസുകളൊന്നും ജസ്റ്റ് ചുമ്മാ വായിച്ചു. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്നൊരു കാര്യം. ഞാൻ അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊരു കാര്യം ചോദിക്കാം. ഇപ്പം നമ്മുടെ നഗ്നത, നമ്മുടെ ശരീരം ഒരാളുടെ മുമ്പിലേക്ക് ഒരു ഓഡിഷൻ അഥവാ ഒരു വെബ് സീരീസോ ഒരു സിനിമയോ അല്ല എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ നിങ്ങളുടെ നഗ്നത മറ്റൊരാൾ അപ്പുറത്തിരുന്നോണ്ടൊരു വീഡിയോ കോളിലൂടെ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളത് ചെയ്യുമോ ഇല്ലയോ? ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരാളോട് ചിലപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു കമ്പനിയോ വലിയൊരു ആൾക്കാരൊക്കെ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ മേ ബി ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടായിരിക്കാം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ കോളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കാര്യങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്തേക്കാം. പിന്നാലെ ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഇല്ലേ? അതായത് ഒന്ന്, എൻ്റെ നഗ്നത ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ കോളിലൂടെ ഞാൻ കാണിക്കണോ? അത് എങ്ങനെ കാണിക്കുന്നു? വെറുതെ ചുമ്മാ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം വെറുതെ കാണിച്ചു പോകാനല്ല. അവർ പറയുന്ന എല്ലാ പരിപാടികളും അതിനകത്ത് കാണിക്കും. ഏതാണ്ട് 14 മിനിറ്റും 6 സെക്കൻഡും ദൈർഘ്യമുള്ള കാര്യങ്ങളുടെ അകത്ത് മുന്നും പിന്നും ശരീരത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളും എടുത്ത് പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്കാണ് അവർ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതെല്ലാം ഈ പുള്ളിക്കാരത്തി വളരെ സത്യം പറഞ്ഞ് നിഷ്കളങ്കമായിട്ടെന്ന് പറയാം. അവർ ശരിക്കും പറഞ്ഞാൽ ഇതിനിങ്ങനെ ഒരു ഔട്ട്സൈഡിൽ ഇങ്ങനെ ഒരു സാധനം വരുമെന്ന് ചിലപ്പം പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഭയങ്കര വലിയൊരു ഓഫർ കൊടുത്തിട്ടാവാം, ഒരു വെബ് സീരീസോ മറ്റെന്തോ പരിപാടികളെന്നൊക്കെ പറയുന്നത്. പക്ഷേ അവരൊരു സീരിയൽ ആക്ട്രസ്, ഒരു ആങ്കറൊക്കെയാണ് തമിഴിലൊക്കെ അറിയപ്പെടുന്നത്. ശ്രുതി നാരായണൻ എന്നാണ് അവരുടെ പേര്. ഇത് കേൾക്കാത്ത പാതി നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്യാനായിരിക്കും അടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നാലും ഞാൻ പറയാം, ഇതിനകത്ത് ഇത് പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ, ഇപ്പം നിങ്ങൾക്ക് ഒരു അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളോട് ഒരാൾ പറയുന്ന വീഡിയോ കോളിൽ നിങ്ങൾ പൂർണ്ണമായി നഗ്നയായി അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ ഇല്ലയോ? ഓക്കെ, അത് ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളെല്ലാവരെയും ഇപ്പോൾ അവർ ക്ലിപ്പ് ചോദിച്ചു, മൊത്തത്തിൽ സോഷ്യൽ മീഡിയ മൊത്തം ക്ലിപ്പ് ചോദിച്ച് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹാസ വർഷം നടക്കുന്നുണ്ട്. അവർ ഉടനെ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇങ്ങനെ ക്ലിപ്പുകൾ ചോദിക്കുന്നവരാണ്. അങ്ങനെ ഒരു ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമാണോ, അതോ ഇങ്ങനൊരു കാര്യം പുറത്തു വന്നതിനകത്ത് അവരും അവരുടെ ഒരു ഭാവം ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഒരിടത്തു നിന്നൊരു പോസ്റ്റ് വായിക്കാം. കയ്യിലിരിപ്പ് കാരണം എങ്ങനെ ഇവൾ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും മുഖത്ത് നോക്കും പാവം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലിരിപ്പ് കാരണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതിനകത്തൊരു കമൻറ്റ്, ശ്രദ്ധിച്ചൊരു കമൻറ്റാണ്. ഈ ഒരു കമൻറ്റ് ഇച്ചിരി കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നൊരു കമൻറ്റാണ്. അത് കമൻറ്റ്, നാണമില്ലേ അവരെ ഏതോ ഒരു മോഹന വാഗ്ദാനം നൽകി ഓഡീഷൻ എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ തുണി അഴിക്കാൻ പാടില്ലായിരുന്നു. എങ്കിലും പറ്റിയ തെറ്റ് അവർക്കിപ്പോൾ കുറ്റബോധവും സങ്കടവും മാനഹാനിയും ഒക്കെ വന്നു. നാളെ അവർ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ താനൊക്കെ ഉത്തരവാദിയായിരിക്കും. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്കും പറ്റുന്നതാണോ? പെൺകുട്ടികളില്ലാത്തത് കൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. എല്ലാവരുടെ കുടുംബത്തിലും പെണ്ണുങ്ങളുണ്ട്, ഓർത്തോ. ആക്ച്വലി ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് അഥവാ ഈ പുള്ളിക്കാരത്തേക്ക് എന്ത് തരം വാഗ്ദാനമാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും അറിയില്ല. അവർക്ക് എന്തോ അവർ അത്രയും അവരുടെ നഗ്നത വന്ന് പ്രദർശിപ്പിക്കുക, ഈ പറയുന്ന അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓഡിഷൻ എന്ന് പറയുന്ന അത് വീഡിയോ കോളാണ്. അതിനകത്തിരുന്ന് ആൾക്കാർ പറയുന്ന ശബ്ദത്തിനനുസരിച്ചിട്ട് ബാക്ക് കാണിക്കൂ, ഫ്രണ്ട് കാണിക്കൂ, നേരെ കാണിക്കൂ, കുറച്ചുകൂടെ അടുപ്പിച്ച് കാണിക്കൂ എന്നൊക്കെ പറയുമ്പോൾ മുഴുവൻ അത് കാണിക്കുന്നു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം അങ്ങനെ മുഴുവൻ ആ ഒരു കാര്യങ്ങൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് തമിഴ് ചാനലുകളൊക്കെ ഇഷ്ടം പോലെ ഇതിനെക്കുറിച്ചുള്ള ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് യൂട്യൂബ് ചാനൽസിലൊക്കെ ഒത്തിരി ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കൂ എന്ന് പറയുമ്പോഴേക്കും ഇവരൊരു മടിയില്ലാതെ അവർ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കത് അറിയില്ല സാർ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ആ പുള്ളിക്കാരത്തിയെ പച്ചയ്ക്ക് പറ്റിക്കുകയായിരുന്നു. അവരുടെ നഗ്നത, അവരുടെ എന്തോ ഒരു കാര്യം പറഞ്ഞ് അവരെ പറ്റിച്ച് അവരുടെ നഗ്നത മൊത്തത്തിൽ ചിത്രീകരിച്ച് അതിനെ പബ്ലിക്കും ആക്കി കഴിഞ്ഞു. ഇനി ഇതിനകത്തൊരു വലിയൊരു കമൻറ്റ്, ഇവിടെ കിടന്ന് ചിലയ്ക്കുന്ന മലയാളി വസന്തങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഇന്റർനെറ്റിൽ പലതരം വെബ് സീരീസുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ലൈംഗിക ഉദ്ദേശങ്ങളോട് കൂടി എടുക്കുന്ന യസ്മ പോലുള്ള കമ്പനിയുടെ വെബ് സീരീസുകളും അതേസമയം കഥയിൽ അത്യന്താപേക്ഷിതമായ നഗ്നരംഗങ്ങളുള്ള വെബ് സീരീസുകളും ഉള്ളതായി നിങ്ങൾക്ക് അറിയാത്തതല്ല. ഇംഗ്ലീഷ് സിനിമകളിൽ ഇത്തരം രംഗങ്ങൾ കാണുമ്പോൾ നോർമലായി എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതിൽ അഭിനയിച്ചവരെ നിങ്ങൾ വാനോളം പുകഴ്ത്തും. ജെന്നിഫർ ലോറൻസിനെയോ നിങ്ങൾ വൃത്തികെട്ടവളെന്ന് മുദ്രകുത്തില്ല. സീരിയസ്ലി, സത്യമല്ലേ? ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു പുള്ളിക്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സത്യമാണ്. അതായത് നമ്മുടെ ഇപ്പം എല്ലാവരും
ഈ ഒരു താല്പര്യമുള്ളവരെല്ലാവരും അത്യാവശ്യം ഓൺലൈൻ്റെ അകത്തിരുന്ന് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം കാണും. ഓൺലൈനിൽ നമ്മുടെ ഇപ്പം സണ്ണി ലിയോൺ നാട്ടിലൊന്ന് സണ്ണിയൊക്കെ സണ്ണി ലിയോൺ ഉയരെന്നൊക്കെ പറഞ്ഞ് വലിയ ഇതും പിടിച്ചുകൊണ്ട് പോകും. ഏതാനും ഇവിടുത്തെ നമ്മുടെ ഇപ്പം ഏതെങ്കിലും ഒരു നടിമാർ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഒരു നഗ്നത ഒന്ന് ജസ്റ്റ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ആ നഗ്നത ചിലപ്പോൾ സിനിമയുടെ രംഗത്തിൻ്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ സീരീസിൻ്റെ ഭാഗമായിരിക്കാം, ഒക്കെ ആയിരിക്കാം. ആ ഒരു ഭാഗത്തിൻ്റെ ഇതെന്നുള്ളതിനെ മറന്നുകൊണ്ട് പറയും ഇവൾ മറ്റതാണ്, ഇവൾ മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുദ്ര കുത്തൽ പരിപാടിയുണ്ട്. ഇതങ്ങ് ആസ്വദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കൂ പോകൂ, അല്ലേ? അവർ കാണിച്ചു, നിങ്ങൾ കണ്ടു, നോ ഇഷ്യൂസ്. പക്ഷേ അതിനുശേഷം അവർക്ക് ചില പേരുകൾ ചാർത്തി കൊടുക്കുന്നത് എന്തിനാണ്? അവരിങ്ങനെയുള്ളവരായി. കാരണം നമുക്ക് നേരിട്ട് അവരെ പരിചയമില്ല, അവരെന്ത് സാഹചര്യത്തിലാണ് ഇത് പുറത്ത് കാണിച്ചെന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ ഒരു കുട്ടിയുടെ കാര്യത്തിനകത്താണെങ്കിൽ ഇവർ ശരിക്കും ചതിക്കപ്പെട്ടതാണ്, വഞ്ചിക്കപ്പെട്ടതാണ്. അവരോട് പറഞ്ഞ കാര്യത്തിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടുത്തി, ആ സീക്രസി നഷ്ടപ്പെടുത്തി ആ ഒരു കാര്യം പബ്ലിക്കിലേക്ക് ഇട്ടു. സ്വാഭാവികമായിട്ടും അവർക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നവുമാണ്. അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിലൊക്കെ അവർ എന്താണ് കാണുന്നത്. ഓക്കെ, അപ്പം സോ അവരെ ഒരു സ്ലട്ട് ഷേമിങ്, ഒരു മോശമായ ഒരു ലെവലിലേക്ക് ചിത്രീകരിക്കും. കാരണം അവർ കാണിച്ചു, നിങ്ങൾ കണ്ടു. അതിനപ്പുറത്തേക്ക് അവർ ഇങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതൊരു ചോദ്യമല്ലേ? അല്ലേ? നമ്മൾ കാണുകയും ചെയ്തു, നമ്മൾ ആസ്വദിക്കുകയും ചെയ്തു, അതിനുശേഷം നമ്മൾ അവർക്കൊരു പേര് വിടുന്നു. അത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം കെയ്റ്റ് വിൻസ്ലെറ്റിനെയോ ജെന്നിഫർ ലോറൻസിനെയോ നിങ്ങൾ വൃത്തികെട്ടവളെന്ന് മുദ്രകുത്തില്ല. കാരണം അവർ മദാമ്മമാരാണ്. സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നിങ്ങളുടെയൊക്കെ തലച്ചോറ് അവരുടെ കാലിൽ ചുവട്ടി തന്നെയാണല്ലോ. അതേസമയം ഈ നാട്ടിലുള്ള ഒരു നടി അഭിനയിച്ച ഇൻറ്റിമേറ്റ് രംഗത്തിൽ മിന്നി മറഞ്ഞു പോകുന്ന മാരടത്തെ ഇവിടെ നിങ്ങൾ ആഘോഷമാക്കി മാറ്റിയില്ലേ? അതെനിക്ക് തോന്നുന്നു കുറച്ച് നാളിന് മുമ്പ് മറ്റേ സിനിമ, പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയല്ലോ, നമ്മുടെ കാന്താരി കൺമണിയുടെ കൂടെ ഉള്ള ആ ഒരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമയ്ക്കകത്തുള്ള കാര്യമാണെന്ന് തോന്നുന്നു. എന്തോ ഒരു പേരായിരുന്നു, മറന്നും പോയല്ലോ. എന്തോ സീരിയൽ ആക്ട്രസ് ഒക്കെ ആയിരുന്നു. ഒരു സിനിമയിലേക്ക് ഒന്ന് ഭയങ്കര അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യോ. അപ്പോൾ അന്നും ഈ ഒരു സംഭവം ഇതുപോലെ ക്ലിപ്പുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് നന്നായിട്ടറിയാം. ഓക്കെ, അതേസമയം ഈ നാട്ടിലെ ഒരു നടി അഭിനയിച്ച് ഇൻറ്റിമേറ്റ് രംഗത്ത് നിന്ന് മിന്നിമാഞ്ഞു പോകുന്ന മാരടത്തെ ഇവിടെ നിങ്ങൾ ആഘോഷമാക്കി മാറ്റില്ലേ? ആ സിനിമയുടെ ക്ലിപ്പ് തേടി കമൻറ്റ് ബോക്സുകൾ ഇരന്ന് നടന്നില്ലേ? ആ നടിയെ നിങ്ങൾ വ്യഭിചാരിണി എന്ന് മുദ്രകുത്തിയില്ലേ? ഈ മേളിൽ നടന്ന ക്ലിപ്പുണ്ടോ എന്നുള്ള കാര്യം ഇപ്പം ഒരു ക്യൂരിയോസിറ്റി. അതായത് ഇങ്ങനൊരു സാധനം, ഒരു നടിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, സിനിമയ്ക്കകത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമയ്ക്കകത്തുള്ള ഭാഗമാണ് അത്. കേറ്റ് വിൻസ്ലെറ്റ് ആയിക്കൊണ്ട് നമ്മുടെ ജെന്നിഫർ ലോറൻസിൻ്റെ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ നഗ്നത സംഭവങ്ങൾ അവർ കാണിച്ചത് മറ്റൊരാൾക്ക് കാണാൻ താല്പര്യമുള്ളത് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് കണ്ടതിന് ശേഷം അവർക്ക് അവരുടെ ശരീരത്തിൽ ആ ഒരു സ്ത്രീയുടെ തൊഴിലിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് മോശമായ പേര് ചാർത്തി കൊടുക്കുന്നതിനോട് ഞാൻ എതിരാണ്. അല്ലാതെ അവർ കാണിച്ചതിനെ മറ്റൊരാൾ കാണുന്നു എന്നുള്ള സംഭവത്തിന് എന്ത് കുറ്റമാണ് പറയാതിരിക്കുന്നത്? അതിനൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങളുടെ അഭിപ്രായം പറയും കേട്ടോ. നിങ്ങൾക്ക് പച്ചയായ ലൈംഗിക താല്പര്യമാണ്. കിടപ്പറയിൽ പരാജയപ്പെടുന്ന ഓരോ പുരുഷനും സ്വാഭാവികമായി ഉണ്ടാകുന്ന അന്യ സ്ത്രീകളുടെ ശരീരത്തിലുള്ള അത്യാർത്തി. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ, അവളുടെ മരണം കണ്ടാലും കുഴപ്പമില്ല, അവളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചും വില കുറഞ്ഞ ട്രോളുകൾ ഇറക്കിയും അവരെ കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ്. സിനിമാ രംഗത്തുള്ളവർക്ക് മനസ്സിലാവും അവരുടെ അവസ്ഥ. ഒരു നല്ല റോളിന് വേണ്ടി കാലം കൊണ്ട് കാത്തിരുന്ന ഒടുവിൽ മികച്ചൊരു ഓഫർ വരുമ്പോൾ ആരായാലും ചെയ്തു പോകുന്ന മിസ്റ്റേക്ക്, അതല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരു അബദ്ധം, അതിലപ്പുറം അവർ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ക്ലിപ്പുണ്ടോ എന്ന് ചോദിച്ച് പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത രംഗങ്ങൾ വരെ ഒരു മടിയും കൂടാതെ പ്രദർശിപ്പിക്കുന്ന പേജുകളുടെ താഴെ കമന്റ് ചെയ്യുന്ന മഹാന്മാർ ഓർത്തോ, നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ഒരു സ്ത്രീ അവർക്ക് പോലും ഒരു തെറ്റ് സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ സ്വാഭാവികമായിട്ടാണെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു കമന്റ് ഞാൻ പറയാം. അതായത് ഈ കാണിക്കുന്നതിന് കുഴപ്പമില്ല, നമ്മൾ കണ്ടവർക്കാണോ കുഴപ്പം? അങ്ങനെയല്ല. ഇപ്പം ഇതിനകത്ത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ഇത് കാണിച്ചത് എന്ത് തരത്തിലാണ്? ഇപ്പം ഈ ഒരു കുട്ടി പ്രൈവറ്റായിട്ട് അവരുടെ സ്വകാര്യം, ഇപ്പം ചിലപ്പോൾ ഒരു കാമുകനും കാമുകിയും തമ്മിൽ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വീഡിയോ കോളിലൂടെ അവർ ചെയ്യുന്നു. അതിൽ ഒരു ഭാഗത്തുള്ളൊരു വ്യക്തി ഈ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി അറിയാതെ ഇത് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ഈ രംഗങ്ങൾ പകർത്തുകയും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയും ഇത് പബ്ലിക്കിലേക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ പബ്ലിക്കിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ എത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ചീറ്റിംഗ് നടന്നിട്ടുണ്ടായിരിക്കും. അത് കണ്ടതിന് ശേഷം പബ്ലിക് വിലയിരുത്തുന്നതായിരിക്കും ഈ സ്ത്രീ ഇവൾ മഹാവൃത്തികെട്ടവളാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റുന്നില്ല. കാരണം അല്ലെങ്കിൽ ആ പയ്യനെ അവൻ്റെ പ്രണയത്തിനെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് മാംസനിബദ്ധമല്ല രാഗം എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു സംഭവങ്ങളൊക്കെ അത് താല്പര്യത്തോടു കൂടി അവർ അന്യോന്യം കൈമാറിയ കാര്യങ്ങൾ, വളരെ പേഴ്സണലി കൈമാറിയ കാര്യങ്ങൾ, അതിനെ സൂക്ഷിച്ചു വെച്ച് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു സുപ്രമടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു പരിപാടിയെ പച്ച തെണ്ടിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ പബ്ലിക് ഡൊമൈനിലേക്കുള്ള സാധനം അല്ല.
ആ ഒരു സ്ത്രീ ചതിക്കപ്പെട്ടതാണെന്നുള്ളൊരു എവിഡൻസ് ആണ് അവരുടെ പുറത്ത് വന്ന വീഡിയോ. അതായത് അവരുടെ ഈ ഒരു ഇതിപ്പം ഒരു തമിഴ് ചാനലിൽ കണ്ട സംഭവം എന്ന് വെച്ചാൽ ഇവർ തന്നെ പുറത്ത് വിട്ടതാണോ എന്ന് സംശയം വരുന്നുണ്ടെന്നൊക്കെയാണ് തമിഴ് ചാനലിൽ വരുന്നത്. അതായത് ഇവർ തന്നെ പുറത്ത് വിട്ടതാണോ, സ്വന്തമായിട്ട് തന്നെ ലീക്കാക്കിയതാണോ, കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ലീക്കാക്കിയതാണോ എന്നടക്കമുള്ള ഇത് വരുന്നുണ്ട്. എനിക്കറിയത്തില്ല. ഇപ്പം യസ്മ പോലെ അല്ലെങ്കിൽ മറ്റുള്ള വെബ് സീരീസ്, ഇപ്പോൾ ഇന്ത്യൻ വെബ് സീരീസ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന 18+ സാധനങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട്. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ വീഡിയോ ഡയറക്ഷനൊക്കെ ചെയ്യുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പ്രൊഫൈലിൻ്റെ താഴേക്ക് വരുന്ന കമൻറ്റുകൾ കാണണം. എന്തുമാത്രം മനോഹരമായിട്ടുള്ള കമൻറ്റുകളാണ്. അതായത് ചേച്ചി നിങ്ങളൊരു പൊളിയാണ് കേട്ടോ, നിങ്ങൾ സൂപ്പറാണ് കേട്ടോ എന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ നഗ്ന രംഗങ്ങൾ ചിത്രീകരിക്കുകയും അത് ആ ഒരു സീരീസൊക്കെ പുറത്തുവിടുകയൊക്കെ ചെയ്യുന്ന അവരുടെ താഴെ വരുന്ന കമൻറ്റാണ്. മറിച്ച് ഇവിടെ ഒരു സ്ത്രീ ഇവർക്ക് അബദ്ധം അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ അകത്ത് എങ്ങനെയോ സംഭവിച്ച ഒരു കാര്യം, അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് തന്നെ വേണേൽ കാണാം. അങ്ങനെ കാണാൻ നമുക്ക് കഴിയും. പക്ഷേ എങ്കിലും നമ്മൾ അവരെ അങ്ങനെ കൂട്ടത്തോടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യും. ക്ലിപ്പ് പുറത്ത് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ക്ലിപ്പ് അത് എങ്ങനെ പുറത്തു എന്നുള്ള കാര്യം അറിയേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം വന്നു കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം എല്ലാവരും ചോദിച്ച് നടക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അത് കാണുകയും ഇതെല്ലാം പബ്ലിക്കിൽ വന്നൊക്കെ ചെയ്തതിന് ശേഷം അവരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ ഒരു പരിപാടിയോടൊന്നും യോജിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ അയച്ചതാടോ ആണിനില്ലാത്ത എന്ത് കോപ്പാണ് പെണ്ണിനുള്ളത്. ആ മൈൻഡിൽ കണ്ടാൽ ഒരു പരിധി വരെ ഇതുപോലുള്ള നായിൻ്റെ മക്കളെ ബ്ലാക്ക്മെയിൽ നിന്നും ചതിയിൽ നിന്നും ഒക്കെ കുറേ പെണ്ണുങ്ങൾക്ക് തലയുയർത്തി നടക്കാം. ഈ സമൂഹം എന്ന് പറയുന്നത് ഞാനടക്കമുള്ള ഒരു മലരുകളെ പേടിച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല. തെറ്റ് മനുഷ്യ സഹജമാണ്. അവസരം കിട്ടിയാൽ ഈ കൊണ അടിക്കുന്ന എല്ലാവരും സ്വന്തം സ്വഭാവം പുറത്ത് കാണിക്കും. ആണിനില്ലാത്ത ഉളുപ്പ് നാണം എന്തിനാ പെണ്ണിന്? നട്ടലില്ലാത്ത കുറേ നായിൻ്റെ മക്കൾ സ്നേഹം നടിച്ചും മറ്റും വീഡിയോ എടുത്ത് സ്വയം മുഖം മറച്ച് വെളിയിലിടുന്ന ആണുങ്ങൾ അതേ രീതിയിൽ സമൂഹത്തിന് നാറ്റിക്കണം, അല്ലാതെ ഒളിച്ചോടുകയല്ല വേണ്ടത്. കറക്റ്റ് കമൻറ്റാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോൾ ഒരു കാര്യം ഞാൻ ഇത് കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ശരീരം ഓക്കെ, ആദമും ഔവയും ഇവിടെ ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുന്നു, അവർ ശരിക്കും നഗ്നരായിരുന്നു എന്നും പറയുന്നു. പിന്നെ മറ്റേ പഴം ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം നാണം വന്നു, അതിനുശേഷമാണ് ഇവർ മറ്റേ ലൈംഗികപരമായ കാര്യങ്ങളിലേക്ക് കടന്നത്, പിന്നെ പ്രത്യുൽപാദനമൊക്കെ പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ശരീരം ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അത് പുറത്തേക്ക് വരുന്നു, നിങ്ങളുടെ നഗ്നത പബ്ലിക്കിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്നത്തോടെ ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓതറൈസ്ഡ് ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതിൽ നടക്കുന്ന ആൾക്കാർ അത് തൊഴിലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അവർക്കും ആത്മാഭിമാനമുണ്ട്, മാനമുണ്ട്. നിങ്ങളെ ഒരാൾ ഒരു ലൈഫിൽ എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു, പറ്റിച്ചു, വഞ്ചിച്ചു, നിങ്ങളായിട്ടുള്ള ആ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വിട്ടു. അത് ആ ലെവൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ പുറത്തു വിട്ടവരുടെ കഴപ്പ്, ആ ഒരു നെറികെട്ട പരിപാടിയെ ശരിക്കും പറഞ്ഞാൽ ലീഗലായിട്ടോ മറ്റുള്ള കാര്യങ്ങളോടെ പറയുന്നതിനപ്പുറം നിങ്ങൾ അഭിമാനച്യുതി നോക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും തുണി അഴിച്ച് നോക്കിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. ആണ്, പെണ്ണ് അല്ലെങ്കിൽ മറ്റ് ലിംഗങ്ങൾ അല്ലേ. അതല്ലാതെ ഇവിടെ അത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനമിടിഞ്ഞ് വീഴും, അഭിമാനം അങ്ങ് നഷ്ടപ്പെടും, എല്ലാം അങ്ങ് പൊതിഞ്ഞ് കെട്ടിവെച്ചേക്കുക, അതൊന്നും വേണ്ട. അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. കാരണം ഇന്ന് ഈ സമൂഹം ഒരുപാട് മാറുന്നുണ്ട്, ഒത്തിരി മാറുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് എല്ലാം കണ്ടതുകൊണ്ട് ഞാനിനി ജീവിക്കുന്നതാണെന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പണ്ടായിരുന്നു, കുറച്ച് കാലത്തിൻ്റെയൊക്കെ മുമ്പ്. കണ്ടോ? കണ്ടു. അതിന് ഓവിയ സീരിയസ്ലി ആ ഒരു കാര്യത്തിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ സല്യൂട്ട് ചെയ്യും ഓവിയുടെ ക്ലിപ്പ് പുറത്ത് വന്നു. ഓവിയുടെ ഒരു ബോയ് ഫ്രണ്ടുമായിട്ടുള്ള എന്തുവാണ് പുറത്ത് വന്നൊന്നും പറഞ്ഞിട്ട് ഓവിയെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് ചെയ്തു. ഓവി പറഞ്ഞു കണ്ടോ അതെങ്ങനെയുണ്ട്, കൊള്ളാമോ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ചെയ്തു. അവരിന്നും അവിടെ പ്രൊഫൈലിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയം പുറത്ത് വന്നപ്പോൾ അവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ അഡ്രസ് ചെയ്ത രീതിയുണ്ട്. ആരെയും ഒഫൻഡഡ് ആയിട്ടോ അല്ലെങ്കിൽ തെറി വിളിക്കാനോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാനോ സെറ്റപ്പ് ഒന്നുമല്ല. ആ ഒരു കാര്യത്തോട് ഓവിക്ക് വന്നൊരു സപ്പോർട്ടുണ്ട്. ഓവിയുടെ ഒരു ഫാൻ ബേസ് ഓൾറെഡി അടിസ്ഥാനെങ്കിലും അതിൻ്റെ എത്ര ഇരട്ടി ആ ഒരു കാരണത്താൽ കൂടി. കാരണം നമ്മൾ അങ്ങനെ നമ്മുടെ എന്തെങ്കിലും ശരീരഭാഗങ്ങളുടെ സുപ്രഭാതത്തിൽ നമ്മുടെ ഈ എടുത്തു വെച്ചിട്ട് നമ്മളെ മോചിക്കാൻ വേണ്ടി നിൽക്കുന്നവർ അത് എന്തെങ്കിലും ഒരു കാര്യത്താൽ എടുത്തു വെച്ച് പുറത്തു വിടും എന്നുള്ള പേടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കേണ്ടവരൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് എല്ലാം മറ്റേ ആകാശത്തേക്ക് റോക്കറ്റ് വിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള ഒരു ചിന്തയുണ്ട്, അയ്യോ ഇവൾ മോശക്കാരിയാണ്, ഇവൾ ഏറ്റവും വലിയ വൃത്തികെട്ടവളാണ് എന്നുള്ള ചിന്തിക്കുന്നവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ സ്പെസിഫിക് വാണങ്ങൾ എന്നുള്ള അപ്പുറം അവന്മാരെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ ഇതേ പറ്റുള്ളൂ. കാണും, ആസ്വദിക്കും, ഇതെല്ലാം ചെയ്യും. അതിന് ശേഷം ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് വിളിച്ച് പറയും, ഇതിന് വൃത്തികെട്ട സ്ത്രീയാണിത്, നമുക്ക് ഭയങ്കരമായിട്ട് പിടിക്കില്ലേ എന്നൊക്കെ പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള ഗോളാന്തര വാണങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക. അവരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. ഇവർ സണ്ണി ചേച്ചി ഉയരെന്നൊക്കെ പറയുകയും മറ്റൊരു സ്ത്രീയുടെ സംഭവത്തിൻ്റെ അകത്ത് അവർക്ക് ലൈഫിനകത്ത് പറ്റിയ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ അതിനടുത്ത് ആഘോഷിക്കുകയും അവർ പേരുകൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. ഇനി പുറത്ത് വന്നു കണ്ടു മറ്റത് മറിച്ചത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല ആ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എത്രമാത്രം ഇതായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. അവർ ഇന്നൊക്കെ പുറത്ത് കടന്നൊക്കെ വരും, ഇതൊക്കെ അറിയുന്ന ആൾക്കാരോട് കൂടെ ഉണ്ടാവത്തില്ലേ.
എന്തായാലും അവർ നല്ല ഉദ്ദേശത്തോട് ചെയ്തതായിരിക്കാം, പക്ഷെ അവർ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വാർത്തകൾ വെച്ചിട്ട് നോക്കുമ്പോൾ. നിങ്ങൾക്ക് ഇങ്ങനെ സാഹചര്യം വന്നാൽ എന്തായിരിക്കും നിങ്ങളപ്പോൾ? ഇങ്ങനെ ഒരു ഓഡിഷൻ വരുന്നത് പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞത് ഏതാണ്ട് 10-14 മിനിറ്റ് ആട്ടോ, ഓർക്കണം. അങ്ങനെ നിങ്ങൾ കാണിക്കാൻ നിൽക്കുമോ? സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ. അടുത്തൊരു വീഡിയോ കാണുന്നവർ ഗൈസ് ബൈ.